എല്ലാവർക്കും നമസ്കാരം. ബംഗാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മെയ് 4-ാം തീയതി റിസൾട്ട് വന്നു. നമുക്കറിയാം, ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ ഒട്ടനേകം അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർ കൂട്ടത്തോടുകൂടി ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ബംഗാളിലേക്ക് മാത്രമല്ല, ആസാമിലേക്കും കുറേ പേര് പോയി. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത് ബംഗാളിലേക്കാണ്. ഈ പോകുന്ന സമയത്ത് ഒട്ടുമുക്കാൽ ആൾക്കാരും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെയൊക്കെയും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ തന്നെ ബംഗാളിലേക്ക് ഇവിടെ നിന്ന് വലിയ ഒരു ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത്, ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് വലിയ ഒരു വിഭാഗമായിട്ട് തന്നെയാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്തവണ അവരാരും തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം കാണുന്നില്ല. അവർ തിരിച്ചു വരാതായതോടുകൂടി തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തുൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള തലത്തിലുള്ള ആശങ്കകൾ ഇവിടുത്തെ തൊഴിലുടമകൾ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളായിട്ടുള്ള ആൾക്കാർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചു വരാത്തത്? ഇവരെന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ബംഗാളിൽ തിരിച്ചെത്തിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് മമത തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഇനി തങ്ങൾക്കിവിടെ സേഫ് അല്ല എന്നൊരു ഭയം അവരുടെ പലരുടെയും ഉള്ളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഇവർ പലരും നദി നീന്തിക്കടന്നും മറ്റുമൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര അതിർത്തി അത്ര നിസ്സാരമായിട്ടാണോ കാണേണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ബംഗാളിലെ സംസ്ഥാന ഭരിക്കുന്ന മമതാ ബാനർജിയുടെ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ BSF ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഫൻസീവ് ഫോഴ്സസ് ഉൾപ്പെടെ വേണ്ട സൗകര്യങ്ങളെക്കുറിച്ചിട്ട്, അവിടെ ഫെൻസിങ് നടത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെയും സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും മമതയുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ ഫെൻസിങ് ആരംഭിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ടെൻഷൻ അവിടുത്തെ അതിർത്തികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശികൾ ഇറങ്ങി വരികയും നമ്മുടെ സുരക്ഷാ ഏജൻസികളെ ഉൾപ്പെടെ കല്ലെറിയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ ചില BSF പോലത്തെ അവരുടെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അവരുടെ സൈനിക വ്യൂഹങ്ങൾ അവർ തന്നെ ഇറങ്ങി വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സഹകരണത്തോടു കൂടി അല്ല നമ്മളത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ ടെൻഷൻ ഉണ്ടാവുകയും അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറുകയും, നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബംഗ്ലാദേശിലെന്നായിരിക്കില്ല പറയുന്നത്, വെസ്റ്റ് ബംഗാളിലെ സാധാരണ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്നുള്ള തലത്തിലായിരിക്കും അതിനെ ചിത്രീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. പക്ഷേ കാരണം അതാണ്, അവർക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ കയറിയ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് ആധാർ കാർഡ്, അവർക്ക് വോട്ടർ ID കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമായി കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ മമതയുടെ സർക്കാർ മാറുന്നതോടുകൂടി അത്തരത്തിലുള്ള സംരക്ഷണങ്ങൾ ലഭിക്കില്ല എന്നും, ഈ റാക്കറ്റ് ഉൾപ്പെടെ ഇതുണ്ടാക്കി നൽകിയിരുന്ന റാക്കറ്റ് ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടുന്ന റാക്കറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിടിക്കപ്പെടുമെന്നും ഒക്കെ അവർക്ക് മനസ്സിലായപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും, പിന്നെ അതിൻ്റെ അകത്ത് വലിയ സാധാരണ ജയിലുകളിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളിൽ തന്നെ കഴിയാം. പക്ഷേ ഇത്തരം കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അത്ര വലിയ സുഖകരമായിട്ടുള്ള ഏർപ്പാടുകളായിരിക്കില്ല കിട്ടുന്നതെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് തങ്ങളുടെ തടിക്ക് നല്ലത് എന്ന് തോന്നി അവർ പലരും തിരിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുകയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ഈ പറയുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമാണ്. അതായത് നമ്മുടെ രാജ്യത്തോടോ നമ്മുടെ മണ്ണിനോടോ നമ്മുടെ ജനങ്ങളോടോ യാതൊരു ഇമോഷണൽ കണക്റ്റും ഇല്ലാതെ ഇവിടേക്ക് കടന്നു കയറി നമ്മുടെ സൗകര്യങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നാളെ ഒരു കലാപം അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും തലവേദനയായി മാറുമാകുന്ന തലത്തിലേക്ക് ഒരു വലിയ ആൾക്കൂട്ടത്തിനെയാണ് ഇതിൻ്റെ അകത്ത്
മമതയുടെ നേതൃത്വത്തിൽ അവർക്ക് താൽക്കാലികമായിട്ട് സംസ്ഥാന ഭരണം കിട്ടുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ ബംഗാളിലേക്ക് കടന്നു വരികയും ബംഗാളിൽ നിന്ന് ആധാർ കാർഡും വോട്ടർ ID കാർഡും ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറുകയും അങ്ങനെ പൗരന്മാരായി മാറി ഇന്ത്യയിലെ ഏത് ഭാഗത്തും ഏത് സംസ്ഥാനങ്ങളിലേക്കും അവർക്ക് യഥേഷ്ടം കടന്നു പോകാമെന്നും ഇവിടെ വസ്തു വാങ്ങിക്കാമെന്നും ഇവിടുത്തെ പൗരന്മാരായി മാറാമെന്നും ഇവിടുത്തെ പൗരന്മാരായി മാറിക്കൊണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഒരു ടിക്കിംഗ് ടൈം ബോംബിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി ബംഗാളിൽ ഈ പറയുന്ന സാഹചര്യങ്ങളിലൂടെ വളർത്തിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നാലും ശരി തന്നെയാണ്, സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി വലിയൊരു തലവേദനയാണ് നമ്മുടെ മുന്നിൽ നിന്ന് ഒഴിയുന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. വന്നു കയറിയ മുഴുവൻ ആൾക്കാരും തിരിച്ചു പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നല്ല വിഭാഗം പോയി കഴിഞ്ഞാലും വലിയൊരു വിഭാഗം ഇവിടെ തന്നെ അവശേഷിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് അത്ര സംശയമൊന്നും ഉണ്ടാകേണ്ടെന്ന കാര്യമൊന്നുമില്ല. അവരിൽ കുറേ പേരെങ്കിലും ഇവിടെ തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഭാവിയിലേക്ക് അതൊരു ഭീഷണി തന്നെയാണ്, അല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ അതിർത്തികളൊക്കെ ഫെൻസ് ചെയ്ത് വളരെ ശക്തമാക്കി നമ്മുടെ അതിർത്തികളെ മാറ്റുവാനും കുറേയും കൂടി ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാനും വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിലേക്ക് ഉൾപ്പെടെ ഈ പറയുന്ന ബംഗാളിലേക്ക് പോയിട്ടുള്ള അതിഥി തൊഴിലാളികളുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതെ ഇരിക്കുന്നതും. അത് ഒരുപാട് പേരുടെ പല പദ്ധതികളെയും അട്ടിമറിക്കുന്ന ഒരു പ്രശ്നമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കലാപം എപ്പോഴെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള പല ആൾക്കാരെയും പല മേഖലകളിലും അവർ കൊണ്ട് താമസിപ്പിച്ചിരുന്നത്. നിങ്ങൾ ഇറങ്ങി വെറുതെ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ അറിയാം, ബേക്കറി മുതൽ ചായക്കടകൾ മുതൽ ചെരുപ്പ് കട മുതൽ തുണിക്കട മുതൽ സകലയിടത്തും വന്ന് നിൽക്കുന്ന ആൾക്കാർ പലരും നമ്മുടെ നാട്ടുകാരോ നമുക്കറിയാവുന്ന ആൾക്കാരോ ഒന്നും തന്നെ ആയിരുന്നില്ല. പലയിടത്തുനിന്നുള്ള ഒരു ഇൻഫിൽട്രേഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. സമയം തെറ്റി ഒരു അറബിയിലുള്ള ഒരു വിളി മാത്രം മതിയായിരുന്നു ഇവർ പലരും നിരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നാലും ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വന്നതോടുകൂടി ഒരു പരിധി വരെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എത്രത്തോളം ഏത് എക്സ്റ്റെൻഡ് വരെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്, കുറേയൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പരിപൂർണമായും തന്നെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും.